ഹായ് ഓൾ അസ്സാം വലൈക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് സോഫ സെറ്റുകളും ടേബിൾസും ഒക്കെ പ്ലേസസ് ഞാൻ മാറ്റി വെക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ വാവനെ ഓയിൽ മസാജ് ചെയ്തിട്ട് കുളിപ്പിച്ച് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് കുറച്ച് ലൈറ്റായിട്ടൊരു മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് പിന്നെ ഇവളെ ഉറക്കാൻ നോക്കും. ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത്ര നേരം ഞാൻ ഓയിൽ ഇട്ടതിന് ശേഷം ഇവൾ നന്നായിട്ട് ഉറങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങുമോയെന്നറിയില്ല. പിന്നെ ഞാൻ കുട്ടികൾക്ക് ഫുൾ ബോഡിക്ക് അവരുടെ ബോഡി ലോഷൻ ഞാൻ തേച്ച് കൊടുക്കാറില്ല കേട്ടോ. എന്തോ എനിക്കത് കംഫർട്ടബിൾ അല്ല. ഞാൻ ഫേസ് ക്രീം തന്നെ ഒന്ന് ലൈറ്റായിട്ട് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ആ രണ്ട് കറുത്ത കുത്തുകളില്ലേ, അതവിടെ വീട്ടിനടുത്തുള്ള എല്ലാവരും പുറത്തിറങ്ങിയാൽ പിന്നെ ചീത്ത അറിയും കേട്ടോ. ചെറിയ കുഞ്ഞുവാവയാണ്, ഒരു കറുത്ത കുത്ത് ഇട്ട് കൊടുക്കില്ല, കറുത്ത വള ഇട്ട് കൊടുക്കില്ല എന്നൊക്കെ കംപ്ലയിൻറ്റ്സ് ആയിരിക്കും. അതിന് അവരെ പേടിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ. പിന്നെ ഈ കണ്ണർ എന്നുള്ളത് ഭൂരിപക്ഷം എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് അങ്ങനത്തെ സംഭവമില്ല, കണ്ണേറ് കുട്ടികൾക്ക് കണ്ണ് തട്ടുമെന്നൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവളെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഒരു നല്ലൊരു കുട്ടി ഫ്രോക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രോക്കാട്ടോ ഇത്. ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് ഇവൾക്ക് നെയിമിങ് സെറമണീൻ്റെ സമയത്ത്. അതെല്ലാം ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഹെയറെല്ലാം ഒന്ന് കോം ചെയ്ത് പിന്നെ ഒരു ബോലിട്ട് സെറ്റാക്കി ഇവളെ റെഡിയാക്കും കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫ്രണ്ട് ഹാളാണ് ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ബെഡ്റൂമല്ല, ഹാളാണ് ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് പൊതുവേ ഉള്ളൊരു സംഭവമാണ്, ഒരു രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും വെച്ച കട്ടിൽ മാറ്റി വെക്കുക, ദിവാന് മാറ്റി വെക്കുക, സോഫ സെറ്റ് മാറ്റി വെക്കുക, ടേബിൾ മാറ്റി വെക്കുക. ഇത് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. ഈ ബാംഗിൾസ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടതായിരുന്നു, അതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ ഷെയർ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കേട്ടോ. അതൊരു മെമ്മറീസിന് വേണ്ടി ഇട്ടതാണ്. അതെന്താണെന്ന് ഞാൻ പിന്നീടത്തെ വീഡിയോയിൽ ഞാൻ പറയാം, ഇപ്പോഴത്തെ വീഡിയോയിൽ വേണ്ട. അപ്പോൾ അതാ കുഞ്ഞുമാവനെ ഞാൻ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമാവക്ക് 6 മന്ത് ആവാറായപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം വൈകിയെന്നേ ഉള്ളൂ, ഒരു 3-4 ദിവസം കഴിഞ്ഞു. ഇത് ഇപ്പോൾ 6 മന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാവ കുറേ നേരം ക്യാമറയെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ നിയാസ്ക്ക് എപ്പോഴും പറയലുണ്ട് കേട്ടോ, കാരണം ഇവൾ വയറ്റിലുള്ള സമയത്ത് നീ ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് ഒക്കെ ക്യാമറ നല്ല പരിചയമുണ്ടെന്ന്. പിന്നെ രാവിലെ തന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞതാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും നിയാസ്ക പോകുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ കുളി കഴിക്കാൻ നോക്കും കേട്ടോ. കുളിക്കാതെ ഞാൻ എൻ്റെ ജോലികൾ ചെറുങ്ങനെ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ എനിക്കൊരു കംഫർട്ടബിൾ അല്ല. പെട്ടെന്ന് കുഞ്ഞുമാവനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് വരിക, അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ചമ്മൽ വേണ്ടല്ലോ, എന്നും ഇങ്ങനെ മുഷിഞ്ഞിരിക്കുന്നതിൽ നല്ലതല്ല. ഞാൻ രാവിലെ തന്നെ കുളി കഴിയാറുണ്ട് കേട്ടോ എൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവള് ഇനി ഉറങ്ങുന്നില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഓയിലിട്ട പാട് ഇവൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഇവളെ കളിപ്പിച്ച് വേണം ഞാൻ വിചാരിച്ചിട്ടുള്ള ആ ഒരു പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സോഫ സെറ്റ് ഈ കോർണറിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് മറ്റേ കോർണറിൽ, അതായത് നമ്മളെ വീട്ടിലേക്ക് എൻ്റർ ആകുമ്പോൾ കാണുന്നത് രീതിയിൽ എനിക്ക് സോഫ സെറ്റ് സെറ്റ് ചെയ്യണം. ആദ്യം അങ്ങനെ ഉണ്ടായത് കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഫ സെറ്റ് ഇങ്ങനെ വെച്ചതുകൊണ്ട് അതിൻ്റെ അടിയിലൂടെ നമുക്ക് അടിച്ചു വാരാനോ ക്ലീൻ ആക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുമല്ല, ഈ ജനലിലൂടെ നന്നായിട്ട് ഉറുമ്പുകളെ ശല്യമുണ്ട് കേട്ടോ. ആ ഉറുമ്പ് സോഫ സെറ്റിലേക്കും ഇരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഉള്ളിൽ കൂടുതലും കെട്ടിയിട്ടുണ്ടെങ്കിൽ സോഫ സെറ്റ് പാളാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മാറ്റുന്നത് കേട്ടോ. പിന്നെ എൻ്റെ വിൻഡോ എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. വിൻഡോൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തൊട്ടടുത്ത് പിന്നെ വീട് പണി നടക്കുന്നുണ്ട്. ആ ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ അതിലിരുന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ഞാൻ തട്ടി വൃത്തിയാക്കുകയാണ്. ഞാൻ വിൻഡോസ് എല്ലാം ക്ലീൻ ചെയ്യാൻ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം ഉണ്ട്. ഒന്ന് സോഫ സെറ്റ് ക്ലീൻ ചെയ്യാനും ഒന്ന് ഇങ്ങനെ വിൻഡോ ഡോറ് ഒക്കെ ക്ലീൻ ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, കിട്ടും. പിന്നെ ഞാൻ ഭയങ്കര ധൈര്യത്തിൽ, നല്ല വെയിറ്റ് ഉണ്ട് സോഫ, ഉന്തി മാറ്റുന്നൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്താവും എന്നൊന്നും അറിയില്ല. അങ്ങനെ ആ ഒരു രീതിയിലാണ് സോഫ സെറ്റിനെ മാറ്റുന്നത്. കാരണം ഇതുവരെ ഞാൻ വെയിറ്റ് ഒന്നും എടുത്തിട്ടില്ല. സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നിയാസ്ക വെയിറ്റെല്ലാം എടുക്കുമ്പോൾ ചീത്ത പറയും കേട്ടോ, വെയിറ്റ് എടുക്കണ്ട, എനിക്ക് പണിയാക്കാൻ വേണ്ടിയിട്ടാണ് നീ വെയിറ്റ് എടുക്കുന്നതെന്ന്. അങ്ങനെ പേടിപ്പിച്ചിട്ട് എനിക്ക് ഉള്ളിലൊരു പേടിയായി തുടങ്ങി വെയിറ്റെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ വാവനെ തൊട്ടിലിട്ടിട്ട് ഓളെ കൂടെ തന്നെ ഞാൻ ഉണ്ട് എന്നുള്ളൊരു ഫീലും ഒക്കെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഓളെ അലമ്പാക്കാൻ നിൽക്കും. അപ്പോൾ ഒക്കെ ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ ഹെയർ ക്ലിപ്പ് കേട്ടോ. സ്പെഷ്യലി ഗേൾ ബേബീസ് ആയതുകൊണ്ട് ഇയറിങ്ങും ക്ലിപ്സും മാലകളും അങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെടുക. അപ്പോൾ അത് കയ്യിൽ കൊടുത്തിട്ട് ഞാൻ മെല്ലെ ക്ലീൻ ആക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഈ ടേബിളില്ലേ, ഇതിനെ ഞാൻ മറ്റേ അറ്റത്തേക്ക് വെക്കും. സോഫ സെറ്റ് ആദ്യം ഉണ്ടായ അറ്റത്തേക്ക് വെക്കും. അതൊന്നും എന്താ പറയുക, ഭയങ്കര വെയിറ്റാണ് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ
അങ്ങനെ കൈയും കാലും വയറും ഒക്കെ വെച്ചിട്ട് ഉന്തിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണമില്ലേ, ഞാൻ നിയാസ്ഖാനോട് പറയാൻ എനിക്ക് വിഷമമാണ്. കാരണം പണിയെല്ലാം വിട്ട് വന്നിട്ട് ഇവിടെയും ഞാനിങ്ങനെ പറയുമ്പോൾ അവർക്കൊരു വിഷമാവില്ലേ. പിന്നെ കുട്ടികളോട് പറഞ്ഞാൽ ഞാൻ കുട്ടികളെ കാല് പിടിക്കണം, ഒരിക്കൽ പറഞ്ഞാലൊന്നും കേൾക്കൂല കേട്ടോ, കുറേ പ്രാവശ്യം പറഞ്ഞിട്ടെല്ലാം ചെയ്യിക്കണം. അപ്പോൾ ഞാൻ കരുതി വേണ്ട, അതിൻ്റെ എല്ലാം വയ്യ, എന്തിനാ ഞാൻ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് ആക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഡസ്റ്റെല്ലാം ഉണ്ടായിരുന്നു ആ സോഫ സെറ്റ് വെച്ച മൂലക്കും ഈ ടേബിൾ വെച്ച മൂലക്കും ഒക്കെ. അതൊക്കെ അടിച്ചു വാരി എടുത്ത്. കാരണം നമ്മൾ മുകളിൽ മാത്രമല്ല അടിച്ചെടുക്കുക. എന്നിട്ട് ഈ സോഫ സെറ്റെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടായ പിന്നെ എനിക്ക് ആ ഒരു ഇത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവളെ കരച്ചിലായിപ്പോയി. പിന്നെ ഇവളെ കളിപ്പിക്കാനും അങ്ങനെയൊക്കെ നിന്നിട്ടാ. ഇത് കണ്ടില്ല, ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. തുണികളെല്ലാം രാവിലെ അലക്കിയിട്ടത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അവള് വെറുതെ കരയും. കാരണം അവൾക്ക് എടുക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഓളെ കൂടെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഒരു പണിയെടുക്കുമ്പോൾ ഫുള്ള് ശ്രദ്ധ അതിലേക്കായി പോകും. അപ്പോൾ ഇവളോട് വർത്താനം പറയൽ കുറച്ച് കുറവാകും. അപ്പോൾ ഇവൾക്ക് ദേഷ്യം വരും കേട്ടോ. അങ്ങനെ ഒരുപാട് ഉമ്മ എല്ലാം കൊടുത്തിട്ട് പിന്നെയും കടത്തിയിട്ട് ഒരു സൈഡ് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ആ ടി വി എല്ലാം വെക്കുന്ന ആ ഒരു സൈഡിൽ ഒരുപാട് വേണ്ടാത്ത ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇല്ലേ, നമ്മളെ വീട്ടിൽ കടം കയറാനും ബർക്കത്തില്ലാതാവാനും ഉള്ള മെയിൻ സംഭവം ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ നമ്മൾ കൂട്ടി വെക്കുന്നില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കുഞ്ഞുമാവ കളിക്കുന്ന ടോയ് അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി വെക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പെന്നും പെൻസിലും അതൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ, അല്ല ഇങ്കൊക്കെ തീർന്ന പെന്നാണെങ്കിൽ അത് കൂട്ടി വെക്കുക. അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ടോപ്പോ എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ ഒരു ബോട്ടിലിൻ്റെ മൂടി ഇത് വേണ്ടി വരും എന്നിട്ട് അത് കൂട്ടി വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പാർസൽ കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന ബോക്സസുകൾ, പിന്നെ കവറുകൾ കാണാൻ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കൂട്ടി വെക്കുക. ഇങ്ങനെയുള്ള ഈ അല്ലറ ചില്ലറ സംഭവങ്ങളില്ലേ, അത് നമ്മളെ വീട്ടിൽ മൊത്തത്തിലുള്ള ഒരു പോസിറ്റീവ് വൈബ് തന്നെ നശിപ്പിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മാസത്തിനൊരിക്കൽ, എൻ്റെ അഭിപ്രായമാണെങ്കിൽ 2 ആഴ്ചക്കൊരിക്കലാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് വീട് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ വീട്ടിൽ നല്ല ബർക്കത്തും പോസിറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് നമ്മൾ എടുത്ത് മാറ്റുക. എന്തായാലും നമ്മൾ കുട്ടികളുള്ള വീടാണെങ്കിൽ മിക്കവാറും വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടാവും. അവരെ സ്കെച്ച് പെന്നുകളും പിന്നെ ചില പേർക്കുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ബോക്സാക്കി വെക്കുക. എന്നിട്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിൽ നിറച്ചിട്ട് ഒരു സ്ഥലത്ത് വെക്കുക. അത് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അത് നമുക്ക് എടുക്കാമെന്ന് ഉള്ള ആ ഒരു തിങ്കിലിട്ടാണ്. ഇത് മിനിഞ്ഞാന്ന് നിയാസ്ക എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുതന്ന ഒരു ഫിഷ് ടാങ്കാണ് കേട്ടോ. അതിൽ 3 ഫിഷസ് ഉണ്ട്, ബ്ലാക്കും ഓറഞ്ചും പിന്നെ ഒരു മിക്സ്ഡ് കളറും ആയിട്ടുള്ളത്. അപ്പോൾ ഇല്ലേ, ഇങ്ങനെയുള്ള പിന്നെ പൊട്ടിപ്പോയിട്ടുള്ള വാസ്, പിന്നെ കിച്ചണിലാണെങ്കിൽ നമ്മൾ പൊട്ടിപ്പോയിട്ടുള്ള പാത്രങ്ങൾ, ഉടഞ്ഞ പാത്രങ്ങൾ, അല്ലെങ്കിൽ നന്നായിട്ട് കരി പിടിച്ചിട്ട് അത് എന്താ പറയുക, അത് യൂസാക്കാൻ കൊള്ളാത്ത പാത്രമായിട്ടും അതിനെ തന്നെ കിച്ചണിൽ വെക്കുക. പിന്നെ അതുപോലെ തന്നെ പൊട്ടിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം, പൊട്ടിയ ഗ്ലാസ്സുകൾ അതൊക്കെ വെക്കുക വീട്ടിൽ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ എഴുതി തീർന്ന നോട്ട്സും അതിൻ്റെ പുറത്തുള്ള ചട്ടയും അതൊക്കെ വീട്ടിലെവിടെയെങ്കിലും ഒരു മൂലക്ക് ഇങ്ങനെ അട്ടിയായിട്ട് വെക്കുക, അല്ലെങ്കിൽ സോഫ സെറ്റിൽ അട്ടിയായിട്ട് വെക്കുക. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അതെല്ലാം നമ്മളെ വീടിൻ്റെ ബർക്കത്തിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെയെല്ലാം, അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് 2 ആഴ്ചക്കൊരിക്കൽ നിങ്ങൾ മിക്കവാറും വീടൊന്ന് ക്ലീൻ ചെയ്യുക. കാണുന്നില്ല, ഈ സോഫ സെറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ള് ചിലന്തി വല കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാമാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ വീട്ടിൽ സോഫ സെറ്റോ ഡൈനിങ് ടേബിളോ എന്തുണ്ടെങ്കിലും അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ കാണാതെ ചിലന്തി വല കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. കട്ടിലിൻ്റെ താഴെയും ഒക്കെ വാതിലിൻ്റെ സൈഡിൽ അതെല്ലാം നീറ്റായിട്ട് നിങ്ങൾ തട്ടിക്കുടഞ്ഞെടുക്കാൻ നോക്കുക. വീട്ടിൽ അങ്ങനെയുള്ള ചിലന്തി വലയെല്ലാം കെട്ടിയിട്ടുണ്ടെങ്കിൽ ബർക്കത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരും കേട്ടോ. ചില ആൾക്ക് അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് എന്നുള്ളത് വീടിന് പെയിൻ്റ് അടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ കുറേ സ്ഥലത്ത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീടിന് പെയിൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു വീടിന് ഡീപ്പ് ക്ലീൻ ആക്കുക. അല്ലാത്ത പക്ഷം അടിച്ചു വാരുക, തുടക്കുക, ചോറും കറി ഉണ്ടാക്കുക. പിന്നെന്താ, ഇതന്നെ വീട് എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി ഒന്ന് തുടച്ചിടുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ക്രീനൊന്ന് അലക്കിയിടുക, ഇത്രമാത്രം പോരാട്ടോ. വീട് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യണം. നിങ്ങളൊരു മാസത്തിനൊരിക്കൽ ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒന്നിലും നമുക്കൊരു നേട്ടം ഉണ്ടാവില്ല.
അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിട്ടുണ്ടാവും. ഇങ്ങനെ മടിച്ചിരിക്കുന്ന ആർക്കെങ്കിലും യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം അത്രയും വലിയ ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നില്ല. നിയാസ്ക ചെയ്ത് തരും, പക്ഷേ എനിക്കത്ര കംഫർട്ടബിൾ ആവില്ല കേട്ടോ അവർ ചെയ്യുന്ന ക്ലീനിങ് ഒന്നും. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ വാവ കരഞ്ഞാലും സാരമില്ല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്ന് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഇല്ലേ നമ്മൾ ഈ മത്തങ്ങൻ്റെ എല്ലാം കുരു പോലത്തെ ഒരു പ്രാണികൾ വീട്ടിലുണ്ടാവാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചുമരിൻ്റെ സൈഡിലൊക്കെ ആ ഒരു രീതിയിലുള്ള പ്രാണികൾ വീട്ടിലുണ്ടെങ്കിൽ തീരെ ബർക്കത്തുണ്ടാവില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഒത്തിരി ആവശ്യമുള്ളതാണ് ബർക്കത്തല്ലേ, എല്ലാത്തിലും ബർക്കത്ത് തരാൻ. പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തതുകൊണ്ട് മാത്രം പോരാ, വീട്ടിൽ ബർക്കത്ത് നിറയൊന്നുമില്ല. എന്നാലും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഖുർആൻ ഓതലും നിസ്കരിക്കലും എല്ലാം വേണം ബർക്കത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് മസ്റ്റാണ്. പിന്നെ ഞാൻ ഈയിടെ ആയിട്ട് പാലിക്കുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട് തുടക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഞാൻ റോക്ക് സാൾട്ടും പിന്നെ മഞ്ഞപ്പൊടിയും ഇടലുണ്ട്. അതായത് കല്ലുപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ വീട് ഫുള്ള് എല്ലാ മുക്കിലൊക്കെ ഞാൻ തുടക്കും കേട്ടോ. അത് വീട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് തരുമെന്ന് പറയും. അതൊക്കെ അത്രത്തോളം എന്താ പറയുക സത്യമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു 3-4 ഡേയ്സിനൊരിക്കൽ ഞാൻ നല്ലതായിട്ട് ഉപ്പിട്ടൊരു വെള്ളത്തിൽ ഞാൻ തുടക്കലുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നല്ല ടൈലിട്ട വീടാണെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കുക ഉപ്പിട്ട വെള്ളത്തിൽ തുടക്കാൻ പാടുണ്ടോയെന്ന്. ഞാൻ ചെയ്യലുണ്ട്. ഇത് കണ്ടില്ലേ ഇങ്ങനെ ഡസ്റ്റ് ഉണ്ട് കേട്ടോ മൂലക്കെല്ലാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒരു കുറച്ച് ദിവസത്തിൽ ഞാൻ ഒരു വസ്തു വെച്ച പ്ലേസ് ഞാൻ മാറ്റിക്കളി എന്നിട്ട് അവിടെ തുടച്ച് നീറ്റാക്കും. എന്നിട്ട് വേറെ സൈഡിൽ വെക്കും. പിന്നെ ഒരു മാസം ആകുമ്പോഴത്തേക്ക് ആ സൈഡിൽ നിന്ന് മാറ്റി വേറെ സൈഡിലേക്ക് വെക്കും. അപ്പോൾ എല്ലാ സൈഡും നീറ്റായിട്ടുണ്ടാവും. അത് എൻ്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ മൂത്ത ഏട്ടൻ്റെ ഭാര്യയിൽ നിന്നാണ്. അവരിങ്ങനെ ഭയങ്കര ക്ലീനിങ് എന്ന് വെച്ചാൽ ക്ലീനിങ്ങിൽ പേര് കേട്ട ആളാണ്. ഒരു മിനിറ്റ് നിൽക്കൂല കേട്ടോ. അപ്പോൾ അവർ വളർത്തിയെടുത്തതല്ലേ നമ്മളെ, അതിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രക്കൊന്നും ഇല്ല എങ്കിലും കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും സെറ്റ് ചെയ്ത് വെക്കാൻ ഇവള് വിട്ടിട്ടില്ല കേട്ടോ. ഇവള് പിന്നെ കരച്ചിലായി. പിന്നെ ഇവളെ എങ്ങനെ കൊഞ്ചിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.